45 രാജ്യങ്ങളിൽ, അതിനകത്ത് കൂടുതലും ഭാഗ്യവശാൽ ഇന്ത്യ വന്നില്ല, 45 രാജ്യങ്ങളിൽ ഭക്ഷ്യക്ഷാമം കൊണ്ട് കോടാനുകോടി ആളുകളാണ് 2027 മരണത്തിൻ്റെയോ അല്ലെങ്കിൽ അതിന് തുല്യമായ ഭീഷണി നിൽക്കുന്ന 45 രാജ്യങ്ങളുണ്ട്. വലിയ മഴ വന്നാൽ ആഗസ്റ്റിൽ എന്തുണ്ടാവും? പ്രളയം ഉണ്ടാവും, അല്ലെങ്കിൽ സെപ്റ്റംബറിൽ പ്രളയം ഉണ്ടാവും. വലിയ മഴ വന്നാൽ. മഴ വന്നില്ലെങ്കിലോ വരൾച്ച ഉണ്ടാവും. ഇത് ഏതെങ്കിലും ഒന്ന് കേരളത്തെ എന്ത് ചെയ്തിരിക്കുന്നു? പിടികൂടിയിരിക്കുന്നു. പാർവതി പുത്തനാറ്, ആമയിഴഞ്ഞന്തോട്, ഉള്ളൂർത്തോട്, പട്ടംതോട്, ഇതിൻ്റെ ഫ്ലോ ഒന്ന് കറക്റ്റാക്കിയാൽ ഇവിടെ പ്രശ്നം തിരുവനന്തപുരത്തെ പ്രശ്നത്തിൻ്റെ ഒരു 80% പരിഹരിക്കും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ കാലവർഷക്കെടുതി രൂക്ഷമാണ്. ദുരന്തം നാശം വിതച്ചു പോകുന്നു, ജീവനുകൾ എടുക്കുന്നു. എപ്പോഴും നമ്മൾ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തും, രക്ഷാപ്രവർത്തനമൊക്കെ നടത്തും. പക്ഷേ പ്രതിരോധ പ്രവർത്തനമോ മുൻകരുതലോ സ്വീകരിക്കാൻ നമ്മൾ പരാജയപ്പെടുന്നു. എവിടെയാണ് നമുക്ക് ഈ പ്രളയ മാനേജ്മെൻറ്റിൽ പിഴവ് സംഭവിക്കുന്നത്? വകുപ്പുകൾ സംബന്ധിച്ചുള്ള ഏകോപനക്കുറവ് ബാധിക്കുന്നുണ്ടോ? പരിശോധിക്കുകയാണെന്ന് ടോക്കിംഗ് പോയിന്റിൽ നമ്മോടൊപ്പം ചേരുന്നു പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും നിരീക്ഷകനുമായ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 5-6 വർഷം എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രളയം ഒരു സാധാരണ സംഭവമായിരിക്കുകയാണ്. മഴ വരുന്നു, പ്രളയമുണ്ടാകുന്നു, ദുരന്തമുണ്ടാകുന്നു. ഇതാണോ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ഒരു നോർമൽ കേരളം? ഇതായിരിക്കുമോ? 6 വർഷം എടുത്താൽ പോരാ, ഒരു 10 വർഷം എടുക്കാം. 10 വർഷം എന്ന് പറഞ്ഞാൽ ഒരു 2016. കാരണം ഞാൻ 10 വർഷം പറയുന്നത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ 10 വർഷം അല്ല, അങ്ങനെ എടുത്തു കളയരുത്. കാരണം കേൾക്കുന്നവർക്കൊന്നും 10 വർഷം എങ്കിൽ പിന്നെ പിണറായിയുടെ അങ്ങനെയല്ല. 2016 എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ വരൾച്ച വന്ന വർഷമാണ്. കേരളത്തിൽ ഭയങ്കര വരൾച്ചയായിരുന്നു. 38-40 ഡിഗ്രി വരെ എല്ലായിടത്തും പോയിട്ടുള്ള വലിയ വരൾച്ച കേരളത്തിൽ വന്നു. ചിലപ്പോൾ റേഞ്ച് ഉണ്ടാവുന്ന വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. എന്തായാലും വലിയ ചൂട് സംഭവിച്ചു. നമ്മൾ കൃത്രിമ മഴ പെയ്യിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. പിന്നെ അതിനുവേണ്ടി കമ്മിറ്റി എടുത്തു. പിന്നെ വലിയ ചർച്ച എല്ലാ ചാനലുകളും നടത്തി. വലിയ ബഹളം ഉണ്ടാക്കി. 16-ൽ 17 ഓഖി വന്നു, 18 പ്രളയം വന്നു, 19 മുതൽ 24 വരെ പ്രളയത്തിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും അയ്യരുകളിയായിരുന്നു. 24-ൽ പുഞ്ചിരിമട്ടത്ത് നമ്മുടെ വയനാട് ചൂരൽമല മുണ്ടകയിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായി. അതിനുമേ പുത്തുകയിലുണ്ടായി, കവളപ്പാറയുണ്ടായി, പൊട്ടിമുടിയിലുണ്ടായി, ഇടുക്കി വയനാട് ജില്ലകളിൽ വലിയ കുഴപ്പമുണ്ടാക്കി. അത് കഴിഞ്ഞ് 24 കഴിഞ്ഞ് നമ്മളൊന്ന് ശ്വാസം എടുത്തപ്പോഴാണ് 25-ൽ വലിയ ചൂടുണ്ടാക്കി. 26-ൽ എന്ത് സംഭവിച്ചു? നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഇപ്പോഴും പ്രളയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ജൂണിലും ജൂലൈയിലും നമുക്ക് എന്ത് കിട്ടിയില്ല? ആവശ്യത്തിന് മഴ കിട്ടിയില്ല. എന്നിട്ട് കറണ്ട് കട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോയി. അത് കഴിഞ്ഞപ്പോൾ പ്രളയത്തിലേക്ക് പോയി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ വളരെ കാണുന്ന നിലയിൽ, നമുക്ക് മുന്നിൽ കാണാവുന്ന നിലയിലും, എന്നാൽ 25 വർഷമായി കാണാൻ പറ്റാത്ത ചെറിയ തോതിലും ലോകമാകെ സംഭവിക്കുന്ന കുഴപ്പത്തിൻ്റെ ഒരു 10 മടങ്ങ് ഇരട്ടി എവിടെ സംഭവിക്കുന്നു? കേരളത്തിൽ സംഭവിക്കുന്നു. ലോകത്താകെ മാറ്റം ഉണ്ടാകുന്നു. ആഗോളതാപനമുണ്ട്, കാലാവസ്ഥ വ്യതിയാനമുണ്ട്, പിന്നെ ഹരിതഗ്രഹ പ്രഭാവമുണ്ട്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ട്. ലോകമാകെ ചൂട് കൂടുന്നു, ഭൂമിക്ക് ചൂട് കൂടുന്നു. ഇപ്പോഴും തന്നെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് 45 രാജ്യങ്ങളിൽ, അതിനകത്ത് കൂടുതലും ഭാഗ്യവശാൽ ഇന്ത്യ വന്നില്ല, 45 രാജ്യങ്ങളിൽ ഭക്ഷ്യക്ഷാമം കൊണ്ട് കോടാനുകോടി ആളുകളാണ് 2027 മരണത്തിൻ്റെയോ അല്ലെങ്കിൽ അതിന് തുല്യമായ ഭീഷണി നിൽക്കുന്ന 45 രാജ്യങ്ങളുണ്ട്. ഇപ്പം UN-ൻ്റെ ഫുഡ് സേഫ്റ്റി കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. 45 രാജ്യങ്ങളാണ് ഈ വർഷത്തെ ചൂട് അനുഭവിക്കാൻ പോകുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന്. പക്ഷേ കേരളത്തിൽ അപ്പോൾ എന്നോട് ചോദിച്ചത് ഇത് നോർമലാണെന്ന് വെച്ചാൽ, സാധാരണ ഈ ദുരന്തങ്ങൾ, പ്രളയമായാലും ഓഖിയായാലും, സുനാമി 2004-ലല്ലേ വന്നത്, പിന്നെ 2016-ലല്ലേ പിന്നെ വന്നോളൂ, പിന്നെ 1924-ൽ വന്ന പ്രളയം പിന്നെ ഇപ്പോൾ 18-ലല്ലേ വന്നോളൂ. അതിൻ്റെ ഡ്യൂറേഷൻ കൂടുന്നത് കൊണ്ട് അത് അബ്നോർമലും സാധാരണ ജീവിതം നോർമലുമായിരുന്നു. ഇപ്പം തിരിച്ചായി, സാധാരണ ജീവിതം അബ്നോർമലും ഈ ദുരന്തങ്ങളെല്ലാം നോർമലും. അപ്പോൾ ഇനി നോർമൽ ഡിസാസ്റ്റർ നോർമൽ കേരളയിലാണ് നമ്മളിനി താമസിക്കാൻ പോകുന്നത്. ഇനി വേറെ തമാശ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ റാന്നി, പാല, ഈരാറ്റുപേട്ട, ആറന്മുള ഭാഗത്താണല്ലോ ഇത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. ഡാമിൽ 50% വെള്ളമുള്ളൂ, ഡാം നിറഞ്ഞിട്ടില്ല. എന്നിട്ട് ഡാം നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? തുറക്കേണ്ടി വന്നു. അതിന് പെട്ടെന്ന് മഴ വന്നപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോൾ ഡാമിൽ വീണ്ടും വെള്ളം എന്ത് ചെയ്യുന്നു? നിറയുന്നു, അതുപോലെ കുറയുന്നു. ഡാം പെട്ടെന്ന് തുറക്കേണ്ടി വന്നല്ലോ. അപ്പോൾ കുറച്ച് വെള്ളമേ ഡാമിൽ കൊള്ളുന്നുള്ളല്ല, അതിൻ്റെ നീരൊഴുക്ക് വഴി വരണം. നീരൊഴുക്ക് കുറയുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ എന്ത് കുറയുന്നു?
നീരൊഴുക്ക് കുറഞ്ഞിട്ട് പെട്ടെന്ന് ഡാമിൽ വെള്ളം എത്തുകയാണ്. പെട്ടെന്ന് ഡാമിൽ വെള്ളം എത്തി തുറന്നു വിടാനേ പറ്റുള്ളൂ, നമുക്ക് വേറെ മാർഗ്ഗമില്ല. പക്ഷേ അത് കഴിയുമ്പോൾ ഡാം വറ്റിപ്പോവുകയും ചെയ്യും. ഡാമിൽ വെള്ളം കുറഞ്ഞു. വയനാട്, ഈ ബഹളം ഉണ്ടാക്കിയ വയനാട് പോലും 60% മഴ കുറച്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക? വലിയ മഴ വന്നാൽ ആഗസ്റ്റിൽ എന്തുണ്ടാവും? പ്രളയം ഉണ്ടാവും, അല്ലെങ്കിൽ സെപ്റ്റംബറിൽ പ്രളയം ഉണ്ടാവും. വലിയ മഴ വന്നാൽ. മഴ വന്നില്ലെങ്കിലോ വരൾച്ച ഉണ്ടാവും. ഇത് ഏതെങ്കിലും ഒന്ന് കേരളത്തെ എന്ത് ചെയ്തിരിക്കുന്നു? പിടികൂടിയിരിക്കുന്നു. മഴ വന്നാൽ എന്ത് സംഭവിക്കും? ഉരുൾപൊട്ടൽ. ഇന്നലെ കോഴിക്കോട് ഉരുൾപൊട്ടി. കാരണം മലനിരകളെ, ഒരുവിധപ്പെട്ട മലനിരകളെയെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പല രൂപത്തിൽ ആൾക്കാർ താമസിച്ച മാത്രമല്ല, താമസിച്ചതിൻ്റെ രൂപത്തിൽ, കൃഷിയുടെ രൂപത്തിൽ, പ്ലാന്റേഷൻ രൂപത്തിൽ, പല രൂപത്തിൽ നമ്മൾ ഈ മലയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നന്നായി ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. കാട്ടിനകത്തോട്ട് നമ്മൾ ഒരുപാട് പോയിട്ടില്ല, പക്ഷേ സ്റ്റാർട്ടിംഗ് പോയിന്റുകളുണ്ടല്ലോ, നമ്മൾ മലയും നാടുമായിട്ടുള്ളൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടല്ലോ, ആ സ്ലോപ്പ് കുറഞ്ഞ സ്ഥലങ്ങളെല്ലാം നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ മനുഷ്യ ഡിസ്റ്റർബ് ചെയ്തു. ഒരു 1800, അപ്പോൾ 2026 226 വർഷം, അതായത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ആ തുടക്കം നമ്മൾ തുടങ്ങുന്നത്. ആദ്യം ഡച്ചുകാർ വന്നു, ഒരു വലിയ ശല്യമൊന്നുമില്ല, നമ്മളെ കുരുമുളകൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളായിരുന്നു. പോർച്ചുഗീസുകാർ വന്നപ്പോഴും വലിയ ശല്യമില്ലായിരുന്നു, ഇവിടെ നിന്നെല്ലാം കൊണ്ടുപോകും. പക്ഷേ ബ്രിട്ടീഷുകാർ വന്നാണ് 1800-കളിൽ ആദ്യം നിലമ്പൂർ കാടുകളിലെ തേക്ക് വച്ച് പിടിപ്പിക്കാൻ വേണ്ടി കാട് കംപ്ലീറ്റ് ക്ലിയർ ഫെല്ലിങ് നടത്തി. അവരാണ് ആ വാക്കൊക്കെ കണ്ടുപിടിച്ചത്. സെലക്ഷൻ ഫെല്ലിങ്, ക്ലിയർ ഫെല്ലിങ്. കംപ്ലീറ്റ് കാടില്ലാതെ നോക്കുകയാണെങ്കിൽ ക്ലിയർ ഫെല്ലിംഗ് ആണ്, സെലക്ട് ചെയ്ത മരം മുറിക്കുകയാണെങ്കിൽ സെലക്ഷൻ ഫെല്ലിംഗ് ആണ്. അപ്പം നിലമ്പൂർ കാടുകൾ ക്ലിയർ ഫെല്ലിംഗ് ആയിരുന്നു, കംപ്ലീറ്റ് ഫെല്ല് ചെയ്ത് കളഞ്ഞിട്ട് തേക്ക് വെച്ച് പിടിപ്പിച്ചു. അന്ന് തേക്ക് ആവശ്യമുണ്ടെന്നുള്ള റെയിൽവേയിലെ ട്രാക്കൊക്കെ പണിയുന്നത് തേക്കും തെളിവുണ്ട്. അപ്പോൾ വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു കെട്ടിടം വയ്ക്കാനും ഫർണിച്ചറിനൊക്കെ. അപ്പോൾ തേക്ക് വ്യാപകമായിട്ട് വെച്ചു. പിന്നെ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ കയ്യേറ്റ. കോഫി വന്നു, തേയില വന്നു, ഏലം വന്നു, കുരുമുളക് വന്നു, ഹൈ റേഞ്ച് കംപ്ലീറ്റ് പ്ലാന്റേഷൻ വന്നു. പ്ലാന്റർമാരുണ്ട്, ബ്രിട്ടീഷ് പ്ലാന്റർമാരെന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണെന്ന്. ഒരു രാജാവാണ്, നാട്ടിലൊരു രാജാവാണ് ബ്രിട്ടീഷ് പ്ലാന്റർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആളുകളാണ്. വലിയ വാഹനവും മറ്റേ ജീപ്പും, മറ്റേ ഹണ്ടിങ്ങിന് പോകുന്ന ജീപ്പും തോക്കും ഒക്കെ കാണും. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു കാലഘട്ടം കഴിഞ്ഞല്ലോ, ഒരു 10, 100, 200, 300 വർഷത്തെ കാലഘട്ടം കഴിഞ്ഞു. അതിൻ്റെ ദുരന്തം ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? അനുഭവിക്കണം. 60 വർഷം നന്നായിട്ട് മസാല അടിച്ച് കുഴിമന്ത് കഴിച്ചു നമ്മൾ. അപ്പോൾ 60 വയസ്സ് കഴിയുമ്പോൾ എന്ത് വരും? ആരോഗ്യമുള്ളപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ബോഡി പിടിച്ചു നിന്ന്. ക്ഷയിച്ചു തുടങ്ങുമ്പോൾ എല്ലാ അസുഖങ്ങളും പുറത്ത് വരും, ഒന്നൊന്നായിട്ട് വരും. അങ്ങനെ ഭൂമിക്ക് ഒന്നൊന്നായ അസുഖങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഈ പ്രതിഭാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് താങ്ങാവൊരു ശക്തി ആർക്കില്ല? മലയാളിക്കില്ല. അതാണ് മലയാളിയുടെ പ്രശ്നം. നേരത്തെ പ്രളയം വന്നാൽ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നാൽ അതിനെ പിടിക്കാൻ ഇവിടെ വയലുണ്ടായിരുന്നു. 8 ലക്ഷം ഹെക്ടർ വയൽ 1 ലക്ഷം ഹെക്ടറിലേക്ക് പോയി. 75% കാട് 25%-ലേക്ക് പോയി, അല്ലെങ്കിൽ 26%, 29%-ലേക്ക് പോയി. ഇപ്പോൾ വനം വകുപ്പ് പറയും ഞങ്ങൾ 29 ഉണ്ടെന്ന് പറയും. ആയിക്കോട്ടെ, അല്ലെങ്കിൽ 30 ഉണ്ടെന്ന് വെച്ചു. 30%-ലേക്ക് പോയി. എവിടെ നിന്ന്? 75%-ത്തിൽ നിന്ന്. കാവുകൾ നശിപ്പിച്ചു, കുളങ്ങൾ നശിപ്പിച്ചു. അപ്പോൾ വെള്ളം എവിടെ പോകും? നേരെ കടലിലേക്ക് ഒന്നുകിൽ കടലിൽ പോകും, പോകാൻ പറ്റിയില്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. അതായത് ഇപ്പോഴത്തെ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ക്ലൗഡ് ബേസ്റ്റിംഗ് ഒക്കെയാണ്. കുറച്ച് സമയം കൊണ്ട് കൂടുതലും ജലം മഴയായി നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കുന്നില്ല, ഇത് കുത്തൊഴുക്കായി വന്നുകൊണ്ടിരിക്കും. ഇനി മഴയെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു വാക്കം പറയാം. ഒരുപാട് സാങ്കേതികമായി പഠിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഭൂമിയുടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 12 കിലോമീറ്റർ മുകളിലോട്ട് പോകുമ്പോൾ നേരെ അങ്ങോട്ട് പോയാൽ 12 കിലോമീറ്റർ ആണ് ട്രോപ്പോസ്ഫിയർ ആണ്. പിന്നെ സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ, ഇങ്ങനെ പോകും. അത് പോട്ടെ. ഈ ട്രോപ്പോസ്ഫിയറിലാണ് ഈ കളിയെല്ലാം നടക്കുന്നത്, ഈ അന്തരീക്ഷ കളികളെല്ലാം നടക്കുന്നത്. ട്രോപ്പോസ്ഫിയർ മഴയല്ല. നേരത്തെ സ്ട്രാറ്റിഫൈഡ് മഴയായിരുന്നു, പരന്ന മഴ, നിരന്ന മഴ എന്ന് പറയാം. സ്ട്രാറ്റിഫൈഡ് റെയിനായിരുന്നു, കൺവെക്ഷണൽ റെയിനായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വരില്ല. അത് മാറി, പിന്നെ സ്ട്രാറ്റിഫൈഡ് റെയിൻ എന്നുള്ളത് മാറി കുമുലോനിംബസ് ക്ലൗഡുകളുടെ ക്ലൗഡ് ബേസ്റ്റിംഗ് എന്ന രീതിയിലുള്ള മഴ മാറി. എന്ന് പറഞ്ഞാൽ പരന്ന് വീണുകൊണ്ടിരുന്ന സാധനം കൂമ്പാരമായിട്ട് പെട്ടെന്ന് വീഴാൻ തുടങ്ങി. അതാണ് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. മറ്റേത് പരന്ന് വീഴുകയാണ് വെള്ളം. നമ്മളിവിടെ പരത്തി, ഇപ്പോൾ ഒരു പ്ലെയിൻ സ്ഥലമല്ലേ, ഇവിടെ നമ്മൾ പരത്തി വെള്ളം ഒഴിച്ചാൽ പരന്നങ്ങ് ഒഴുകും. ഉയർത്തി ഒഴിച്ചാലോ വീഴുന്നിടം ബലം കുറവാണെങ്കിൽ അവിടെ കുഴിച്ചുകൊണ്ട് പോകും. കുറച്ചുകൂടെ ചരിഞ്ഞ സ്ഥലത്താണെങ്കിൽ താഴോട്ട് കൊണ്ടുപോകും. അത് അങ്ങനെ മേഘ കൂമ്പാരങ്ങളുടെ, കുമുലോനിംബസ് ക്ലൗഡുകളുടെ എണ്ണം കൂടി വരുന്നു. എയറോസോളുണ്ട് അന്തരീക്ഷത്തിൽ. അത് നമ്മൾ മനുഷ്യരെല്ലാവരും പുറത്തുവിടുന്ന വാതകങ്ങളുടെയും പൊടിപടലങ്ങളും കൂടി ഈ മഴത്തുള്ളിയെ പിടിക്കും, താഴേക്ക് പിടിക്കും. അതും വേഗത കൂട്ടാൻ സഹായിക്കും. ഭൂഗുരുത്വാകർഷണ ബലവും എയറോസോളും ഉള്ളതുകൊണ്ടാണ് മഴ താഴെ വരുന്നത്. അല്ലെങ്കിൽ പിന്നെ അന്തരീക്ഷത്തിൽ നിന്ന് കളിക്കുകയുള്ളൂ വെള്ളം. അപ്പോൾ താഴെ വരുന്നത് ഇത് രണ്ടും കൂടെ വലിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഫിനോമിനകളെല്ലാം എന്ത് ചെയ്തു?
മാറിപ്പോയി. മാറിപ്പോയി. നമ്മളുടെ കുഴപ്പം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, കാരണം ഒരു ദീർഘകാല പ്രോസസ്സല്ലേ. നമ്മളിപ്പോൾ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വിട്ടാൽ 50 വർഷം മുതൽ 500 വർഷം വരെ എടുക്കും അത് സെറ്റിൽ ചെയ്ത് വരാൻ. അപ്പോൾ പിന്നെ ഇപ്പം വിട്ടതാണോ ഇപ്പോൾ കാണുന്നതല്ല, കുറച്ച് നേരത്തെ വിട്ടതായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് പോകണത് ശരിയല്ല. പക്ഷേ വിഷയം ഇതേ ഉള്ളൂ, പ്രകൃതിക്ക് 1792 അല്ല 82 പറ്റും, 82 വർഷം ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, 1700 എന്ന് വെച്ചോളൂ. ലാസ്റ്റ് 1700കളുടെ അവസാനം ജെയിംസ് വാട്ട് എന്ത് കണ്ടുപിടിച്ചു? ആവിയന്ത്രം കണ്ടുപിടിച്ചു. അന്ന് നമ്മൾ തുടങ്ങിയതാണ് പ്രകൃതി എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഈ കൃത്രിമമായി കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ വരാൻ തുടങ്ങി. പിന്നെ ഫോസിൽ ഇന്ധനങ്ങളായി, പെട്രോളായി, സിമൻ്റായി, മീതേൻ, ഈ കന്നുകാലികളുടെ ചാണകത്തിൽ നിന്ന് വരുന്ന മീതേനായി, നെൽകൃഷി എന്ന് വരുന്ന മീതേനായി, ഇതിങ്ങനെ അന്തരീക്ഷത്തിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ് മീതേനൊക്കെ കൂട്ടുന്നതിൽ നമ്മുടെ പങ്കും ഉണ്ട്. അപ്പോൾ 1700കൾക്ക് പിറകിലോട്ട് ഭൂമി സ്വാഭാവികമായി മാറിക്കൊണ്ടിരുന്നു. 700 കഴിഞ്ഞപ്പോൾ നമ്മളും കൂടി ഇടപെട്ട് ഭൂമി എന്ത് ചെയ്യുന്നു, മാറ്റി. അപ്പോൾ രണ്ടും കൂടെ ആയപ്പോൾ ഇതിൻ്റെ വേഗത കൂടി. പണ്ടേ വേദനയായിട്ട് നിൽക്കുന്നു ഒരുത്തൻ, അവനൊരു അടിയും കൂടെ കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഓക്കെ, അവൻ്റെ വേദന കൂടത്തല്ലേ ഉള്ളൂ. അപ്പം നമ്മളുടെയും കൂടെ ഇടപെടൽ ഉള്ളത് കൊണ്ട് ഭൂമിയുടെ ചൂട് കൂടുന്നു. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു, ഭൂമിയിൽ പെട്ടെന്ന് കടലിലെ വെള്ളം പെട്ടെന്ന് നീരാവിയാകുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയേണ്ടത് വളരെ രസകരമാണ്. കേരളം നേരെ മുകളിൽ സൂര്യൻ, കിഴക്ക് പശ്ചിമോട്ട മലനിര, പടിഞ്ഞാറ് അറബിക്കടൽ. സൂര്യൻ്റെ ചൂട് നേരെ കടലിൽ പോകും, കടലിൽ പോയിട്ട് പെട്ടെന്ന് ചൂടാക്കും. ഈ ആഗോളതാപനമൊക്കെ ഉള്ളത് പെട്ടെന്ന് ചൂടാക്കും. ചൂടായി കഴിഞ്ഞാൽ മുകളിലോട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഇങ്ങനെ മുകളിലോട്ട് കയറിയിട്ട് ഇങ്ങനെ സഞ്ചരിക്കും. വെർട്ടിക്കൽ കുറച്ച് കയറും മഴമേഘങ്ങൾ, ഈ നീരാവി. എന്നിട്ട് ഹൊറിസോണ്ടൽ സഞ്ചരിക്കുമ്പോൾ അവിടെ ആരുണ്ട്? മലയുണ്ട്. മലയുള്ളതുകൊണ്ടുള്ള കുഴപ്പമൊന്നും, മലകളിൽ കാട് കുറഞ്ഞത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് മുകളിലോട്ട് വലിയും. ഇങ്ങനെ കിടന്ന് മഴമേഘങ്ങൾക്കും നീരാവിക്കും അപ്പുറത്ത് പോകാൻ പറ്റാതെ ഈ മതിൽ തട്ടുകയാണ്. ഈ പശ്ചിമഘട്ടമാകുന്ന മതിൽ തട്ടുമ്പോൾ എന്ത് ചെയ്യും? അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല. പാലക്കാട് ഗ്യാപ്പിൽ മാത്രമേ അപ്പുറത്ത് പോകാൻ പറ്റും, തമിഴ്നാട്ടിൽ പോകാൻ പറ്റും. അപ്പോൾ കാറ്റിന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ കാറ്റ് കറങ്ങും, കിടന്നിട്ട് കറങ്ങുമ്പോൾ എന്ത് ചെയ്യും? അതിന് ഡ്രിഫ്റ്റ് ചെയ്യും. ആരാ ഡ്രിഫ്റ്റ് ചെയ്യുന്നത്? ഈ മലകളാണ്. അതിൻ്റെ ഒരു ഫോഴ്സ് അങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഭയങ്കരമായി ഡ്രിഫ്റ്റ് ചെയ്ത് മുകളിൽ കയറുമ്പോൾ, മുകളിലോട്ട് പോകുമ്പോൾ അവൻ തണുക്കും പെട്ടെന്ന്. അതിനേക്കാൾ വേഗത്തിലും വീഴും, മലയിൽ വീഴും. വീണാൽ അവിടെ നിൽക്കാൻ എന്തില്ല? കാടില്ല, പഴയ കാടില്ല. കാട്ടിലാണെങ്കിൽ പൊക്കമുള്ള മരം, പൊക്കം കുറഞ്ഞ മരം, വീണ്ടും പൊക്കം കുറഞ്ഞ മരം, ഷ്രബ്, മുൾച്ചെടികൾ, പുല്ല്, ഇതാണ് കാടിൻ്റെ ഘടന. നമ്മൾ ഏകവിളയാക്കിയപ്പോൾ എന്താ സംഭവിച്ചു? ഒറ്റ വിളയേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ മഴവെള്ളം എവിടെ എന്ത് തപോന ഭൂമിയിൽ തന്നെ വീഴും. മറ്റത് അങ്ങനെയല്ല, മുകളിൽ വീണ് അതിൻ്റെ ബലം കുറഞ്ഞ അടുത്ത ലെയറിൽ വീണ്, അതിൻ്റെ ശക്തി കുറഞ്ഞ അടുത്ത ലെയറിൽ വീണ്, വീണ്ടും ശക്തി കുറയുമ്പോൾ പുല്ലിൽ വീഴും. ഒരു ശല്യമില്ല. മുകളിൽ നിന്നൊരു സാധനം വന്നിട്ടേ സ്റ്റെപ്പ് വഴി വരുന്നൊരു സാധനവും നേരിട്ട് വരുന്ന സാധനം തമ്മിൽ വ്യത്യാസമുണ്ട്. സ്റ്റെപ്പിൽ തട്ടി വരുമ്പോൾ വേഗതയും ശക്തിയും കുറയും. ആ ഒരു മൾട്ടി ലെയർ കാനപ്പി എവിടെ ഇല്ല? ഇപ്പോഴില്ല, കാട്ടിലില്ല. അതും നമ്മൾ ഒരുപാട് കുറച്ചു. അപ്പോൾ അങ്ങനെ മൾട്ടി ലെയർ കാനപ്പി കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഭക്ഷ്യവിളകളടക്കമുള്ള മൃഗങ്ങളുടെ ഭക്ഷ്യവിളകളടക്കമുള്ളത് കുറഞ്ഞു. മഴ അകത്ത് ഇറങ്ങാത്തതുകൊണ്ട് അരുവിയിൽ വെള്ളം കുറഞ്ഞു. സ്വാഭാവികമായിട്ട് ആനകളൊക്കെ എവിടെ ഇറങ്ങാൻ തുടങ്ങി? നാട്ടിലിറങ്ങാൻ തുടങ്ങി. ഇതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വെബാണ്. ഭൂമിയിൽ ഓരോ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ ഇങ്ങനെ തൊട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കാടായാലും പുഴയായാലും ഇതെല്ലാം നമ്മളുടെയും കൂടി മുഴുവൻ നമ്മളാണെന്ന് ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല. നമ്മൾ സുഖിച്ചല്ലോ, നമ്മളിപ്പോൾ നല്ലൊരു റൂമിൽ ഇരുന്നല്ലേ ഇത് പറയുന്നത്. ഈ സുഖ സൗകര്യങ്ങൾ, കാളവണ്ടിയിൽ നിന്ന് നമ്മൾ എവിടെ എത്തി? റോക്കറ്റ് യുഗത്തിൽ എത്തിയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സുഖം ഒരു സമൂഹം അനുഭവിച്ചു. അതുകൊണ്ട് ഇതെല്ലാം മോശമാണെന്നുള്ളതല്ല. പക്ഷേ അങ്ങനെ നമ്മൾ ഇൻ്റർഫിയർ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പുറത്ത് എന്ത് സംഭവിച്ചു? 100 കോടി ജനങ്ങളുണ്ടായിരുന്നിടത്തുനിന്ന് 800 കോടി ആയപ്പോൾ അതിനനുസരിച്ച് കാട് വെട്ടേണ്ടി വന്നു, പുഴ നശിപ്പിക്കേണ്ടി വന്നു, വയൽ നികത്തേണ്ടി വന്നു. ഇങ്ങനെ നമ്മൾ പോയി. അപ്പോൾ ഇതായിരിക്കും ഇനി കുറേ നാളത്തേക്ക് നോർമൽ. കുറേ അല്ല, ഇതാണിനി കുറേ കാലമില്ല, ഇതാണിനി നോർമൽ. കുറേ കാലത്തിൻ്റെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നോർമൽ. അപ്പോൾ ഇതിനെ ഡീൽ ചെയ്യാൻ, അതായത് ഈ പ്രകൃതിയെ മാനേജ് ചെയ്യാൻ നമ്മളിപ്പോൾ എത്രത്തോളം പ്രാപ്തരാണ്? നമ്മൾ എവിടെ നിൽക്കുന്നു അതിൽ? കാരണം ഈ പ്രകൃതി ദുരന്തങ്ങൾ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദുരന്തങ്ങളെ പ്ലാൻ ഒന്നെന്ന് പറയുന്നത് നമ്മളിപ്പോഴും ഒറ്റമൂലി പ്രയോഗത്തിൽ നിൽക്കുകയാണ്. മഴ വന്നതാണ് കുഴപ്പം എന്നങ്ങ് പറഞ്ഞാൽ പിന്നെ വേറെ ആരും നമ്മൾ പ്രതിയല്ലല്ലോ. സർക്കാരിന് ബ്ലെയിമുണ്ട്. ഏത് സർക്കാർ? ഞാൻ പർട്ടിക്കുലർ 2 മാസം ആയ ഒരു സർക്കാരിന് എന്തിനാണ് കുറ്റം പറയണം? 2 മാസമല്ലേ ഉള്ളൂ. അവർ 10 വർഷം ഇരുന്നവർ ഇവിടെ ഒന്നും ചെയ്തില്ല. പിന്നെ 2 മാസത്തെ കാര്യം അവർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ജനങ്ങൾ മാലിന്യം വലിച്ചെറിയും, പുഴയിൽ വലിച്ചെറിയും, എല്ലാം ജനം വലിച്ചെറിയും. എന്താ അവർക്ക് ഇപ്പം റാന്നിയിൽ MLA ആണ് ഇറങ്ങി രാവിലെ തൂക്കേണ്ടി വന്നത്. MLA ഒരു വളരെ ജനകീയനായിട്ടാണ് രാവിലെ ഇറങ്ങി. അവിടെ ചാണ്ടി ഉമ്മൻ കണ്ടില്ലേ, കിടന്ന് ചാടി, കുളത്തിലൊക്കെ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് ചാടി. അവരിറങ്ങി അവർ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടുകയാണ്. എന്തുകൊണ്ട്? ഈ മാലിന്യം എല്ലാം റോഡിൽ വലിച്ചെറിഞ്ഞ് ആര് റാന്നിയിലെ പുഴകളിലെ മാലിന്യം നമ്മളാരെല്ലാം കൊണ്ടിട്ടാണോ? അവിടെ ഉള്ളവർ തന്നെ ഇട്ടതല്ലേ. ഞാൻ ആരെയും ബ്ലെയിം ചെയ്യാൻ പറയുന്നതല്ല. അപ്പം നമ്മൾ തിരുവനന്തപുരത്തുകാർ മോശമല്ല. ആ മേഴിഞ്ഞത്തോട് അവർ തിരിച്ച് ചോദിച്ചാൽ തിരുവനന്തപുരത്തെ ഈ വാട്ടർ ബോഡീസ് എല്ലാം നമ്മളെ ഇട്ടിരിക്കുകയല്ലേ, മലിനമാക്കിയിട്ടിരിക്കുകയല്ലേ. മാമന്തോട്, അതെ, എവിടെ വേണോ നമ്മളെല്ലാ തോടും ആറും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാരുടെ കുഴപ്പം?
മനുഷ്യൻ്റെ കുഴപ്പമുണ്ട്. എന്നാൽ മനുഷ്യരിത് കൊണ്ടിടാതിരിക്കാൻ കൃത്യമായിട്ട് അവർക്ക് മാലിന്യ സംസ്കരണ പ്ലാന്റ് വെച്ച് കൊടുക്കാൻ ഗവൺമെൻറ്റിനും കഴിയുന്നില്ല. ഇതൊരു ഒരു 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 സിസ്റ്റമാണിത്. ഈ മാലിന്യ പ്ലാന്റ് എവിടെ വയ്ക്കും എന്നുള്ളത് വിഷയം. മറ്റൊരു തലവേദന. അത് തലവേദന. എവിടെ മാലിന്യ പ്ലാന്റ് വയ്ക്കുക എന്നുള്ള, കാരണം ഒരു മാലിന്യ പ്ലാന്റ് നമ്മൾ പൊളിച്ചു. ആ മാലിന്യ പ്ലാന്റ് നന്നായി നടന്നെങ്കിൽ കേരളം മുഴുக்க എനിക്കും വേണം മാലിന്യ പ്ലാന്റ്, എനിക്കും വേണമെന്ന് പറഞ്ഞ ആളുകൾ വന്നേ. ഇത് ഒരെണ്ണം പൊളിച്ചപ്പോൾ ആളുകൾക്ക് പേടി, ഇനി ഇതുപോലെ നമ്മളെവിടെ വരുമോ? മനസ്സിലായില്ല. ഇതെല്ലാം കറപ്ഷനും കൂടെ ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ ഈ ആ മാലിന്യ പ്ലാന്റ് മൊത്തം കറപ്ഷൻ ആയിരുന്നല്ലോ. അത് മര്യാദയ്ക്ക് നടത്തിയിരുന്നെങ്കിൽ 5-10 പ്ലാന്റ് കേരളത്തിൽ വെച്ചെങ്കിൽ സുഖമായിട്ട് ഓടൂല്ലോ. അതാ നിങ്ങൾ പോയി നോക്കൂ, അവിടെ വിളപ്പിശാല നല്ലപോലെ വർക്ക് ചെയ്യുന്നു പറഞ്ഞാൽ ആളുകൾ സമ്മതിക്കും, നമ്മളെ വീട്ടിൻ്റെ അവിടെ വയ്ക്കാൻ സമ്മതിക്കും. പക്ഷേ ഇത് അവിടെ പൊളിഞ്ഞപ്പോൾ പിന്നെ അതാണ് അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കി. അതാരുണ്ടാക്കി? നമ്മളെ ടെക്നോളജി പറഞ്ഞവരും ഭരണകൂടവും എല്ലാവരും കൂടെ ഉണ്ടാക്കിയതാണ് ആ ദുരന്തം. അല്ലാതെ അവിടുത്തെ ആളുകൾക്ക് എന്താ പ്രശ്നം? മര്യാദയ്ക്ക് നടത്തിയിരുന്നെങ്കിൽ പ്ലാന്റ് വിജയിക്കൂലേ? പ്ലാന്റ് വിജയിച്ചാൽ എല്ലായിടത്തും പ്ലാന്റ് ചെയ്തുകൂടെ? അപ്പോൾ അതാ പറഞ്ഞു, സിസ്റ്റത്തിൻ്റെ ഒരുപാട് കറപ്ഷൻ, പിന്നെ ലാക്കുണ, പിന്നെ എക്സ്പെർട്ടൈസ് ഇല്ലായ്മ. നമ്മളെ പാർട്ടിക്കാർ വരുമ്പോൾ നമ്മളെ പാർട്ടിക്കാരെ കുത്തിക്കയറ്റും, മറ്റവരുടെ പാർട്ടിക്കാർ വരുമ്പോൾ അവരെ പാർട്ടിക്കാരെ കുത്തിക്കയറ്റും. അപ്പോൾ അതിനകത്തൊന്നും ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടോ, ഇത് കറക്റ്റാണോ, എക്സ്പീരിയൻസ് ഉള്ളവരാണോ എന്നൊന്നും നോക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വരുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ ഇല്ല എന്നുള്ളതും. ഇപ്പോൾ ഓരോ കാര്യത്തിലും, ഇപ്പോൾ എന്ത് കാര്യം പറയുമ്പോഴും, പുഴയിൽ മണലെടുക്കുന്ന കാര്യം പറഞ്ഞാൽ, പുഴ മാനേജ് ചെയ്യുന്നതിൽ, നമ്മുടെ വാട്ടർ ബോഡീസ് മാനേജ് ചെയ്യുന്നതിൽ നമുക്ക് ഒരു ശാസ്ത്രീയമായിട്ടുള്ള സമീപനം, നമ്മളെ പുച്ഛമാണ്. നമുക്ക് പുഴയിലേക്ക് മാലിന്യം എറിയാനുള്ള മാലിന്യ വാഹിനികളാണ് എല്ലാ പുഴയും. അതെ, അല്ലെങ്കിൽ മണലെടുക്കാനുള്ളതാണ്, അല്ലെങ്കിൽ കട്ട എടുക്കാനുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനും കൊടുക്കാനുമുള്ള ഒരു സ്ഥലമല്ലാതെ അതൊരു ജൈവ വ്യവസ്ഥയാണെന്നും ആ ജൈവ വ്യവസ്ഥയിലാണ് കേരളം നിൽക്കുന്നതെന്നും 44 നദിയുണ്ടെന്നും അതിൽ 41 ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ ഇത് കേരളത്തിലുള്ളതാണെന്നും ഈ 41 നദിയുടെ ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ഒരു ചിന്ത നമുക്കില്ല സാറേ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ സാറേ, ഇപ്പോൾ തന്നെ കേൾക്കുന്നത് ഈ ഡാമുകളിലും പുഴയിലുമൊക്കെ തന്നെ അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണലും അല്ലെങ്കിൽ മണ്ണും എക്കലും ഒക്കെ തന്നെ മാറ്റേണ്ടതല്ലേ? കാരണം അവിടെ അതിൻ്റെ ആഴം കുറഞ്ഞ് വെള്ളം നാട്ടിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള കാരണമാകില്ലേ അത്? അതുപോലെ തന്നെ ഈ ഡാമുകളുടെ സംഭരണശേഷി കുറയില്ലേ? ഇതൊക്കെ ഒരു സംശയമുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഒരു കടവിൽ 50 ലോഡിന് പാസ് കൊടുത്താൽ 500 ലോഡ് എടുക്കും. കറക്റ്റ്. സൈഡ് ഇടിക്കും, അവിടെ ഇടിക്കും, ഇവിടെ ഇടിക്കും. പൂഴിമണ്ണും ഇതും കൂടെ കയറ്റി, അണൽമണ്ണും ആറ്റുമണ്ണും സൈഡിലുള്ള പൂഴിമണ്ണും കൂടെ കയറ്റി ഒന്നിച്ച് ലോഡ് അടിക്കും. മനസ്സിലായില്ലേ? അപ്പം 500 എടുക്കാൻ പറഞ്ഞാൽ 1000 എടുക്കും. ചെറിയ ചിക്കിമണി എല്ലാവരും വാങ്ങിക്കും. സുഖമല്ലേ? അപ്പം മുച്ചൂടും മുടിക്കുന്ന മണലൂറ്റലും എന്നോട് ചോദിച്ചാൽ, ഞാൻ ഈ രംഗത്ത് നിൽക്കുന്ന ആളെന്നുള്ളതിൽ എന്നോട് ചോദിച്ചാൽ മുച്ചൂടും മുടിക്കുന്ന മണലൂറ്റലും പറ്റത്തില്ല. ഒരു തുണ്ട് മണലും എടുക്കണ്ടെന്നും പറയണ്ട. മണലേ തൊടാൻ പാടില്ല, അങ്ങോട്ട് തൊടാനേ പാടില്ല, അങ്ങനെ വേണ്ട. ഒരു 10,000 വർഷം കൊണ്ടുണ്ടായ പുഴയുടെ മണലും അതാണ് എടുത്ത് ഇവിടെ നശിപ്പിച്ച് അകിട് പറിച്ചപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് മണൽ വാരരുതെന്നും. ഗ്രീൻ ട്രിബ്യൂണൽ പറഞ്ഞ്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പറഞ്ഞത് നിങ്ങൾ മണൽ വാരണമെങ്കിൽ സാൻഡ് ഓഡിറ്റ് ചെയ്യണം. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ് സാൻഡ് ഓഡിറ്റ് ചെയ്യണം. അങ്ങനെ കഴിഞ്ഞ കേരള സർക്കാർ 2015 ശേഷം സാൻഡ് ഓഡിറ്റ് വെച്ചു. 44 തീയതിയിൽ 33-ാം തീയതിയിൽ സാൻഡ് ഓഡിറ്റ് നടത്തി. എന്ന് പറഞ്ഞാൽ 40 കിലോമീറ്റർ ദൂരത്തിൽ മണലെടുക്കാൻ പറ്റുന്ന 40 കിലോമീറ്റർ ദൂരത്തിൽ മണലെടുക്കണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഓഡിറ്റ്, എത്ര മണലുണ്ടെന്നൊക്കെ വേനൽക്കാലത്താണ് നടത്തിയത്. അപ്പം കമ്പി കുത്തി ആഴത്തിലോട്ട് മുള കുത്തി, മുള എവിടെ പോയി തട്ടും, മണലെടുത്ത് കഴിയുമ്പോൾ തട്ടുമല്ലോ, അതിൻ്റെയൊക്കെ ഒരു മെഷർമെൻ്റ് എടുത്ത് അങ്ങനെയൊക്കെയാണ് അത് എടുത്തത്. അതൊരു കുറച്ച് സയൻറ്റിഫിക്കാണ്. പിന്നെ 2 സൈഡും 50 മീറ്റർ, പുഴയുടെ 2 സൈഡും 50 മീറ്റർ ദൂരം എന്ത് ചെയ്തു, അളന്നു, അവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കി. അതിൽ അവർ കണ്ടെത്തിയത് 14 പുഴയിലാണ് ഇത് എടുക്കാൻ പറ്റുന്നത്. ഈ 41-ൽ പഠനം നടത്തി 14 എണ്ണത്തിൽ എടുക്കാം, ബാക്കി എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഡാമിൽ സിൽറ്റ് ഉണ്ട്, തർക്കമില്ല, മനസ്സിലായി. പക്ഷേ എത്ര സിൽറ്റ് എടുക്കാം, അത് ഒരു വിഷയമാണ്. പിന്നെ മണൽ എടുക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോണം. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അത് ഫോക്കസ് ചെയ്ത ആളുകൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വലിയ ആഴം കൂട്ടിന്ന് വരിക, വേലിയേറ്റം വന്നു കഴിഞ്ഞാൽ കടലിലേക്ക് എന്തിറങ്ങില്ല, വെള്ളം ഇറങ്ങില്ല. വേലിയേറ്റം ഇങ്ങനെ പിടിച്ചു നിർത്തുവാണ്, അപ്പോൾ വെള്ളം ഇറങ്ങില്ല. വലിയ ആഴം കൂട്ടി വിട്ടാൽ വേലിയേറ്റത്തിന് വെള്ളം ഇറങ്ങിയില്ലെങ്കിൽ, വലിയ മഴയും കൂടെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ എത്ര വെള്ളം പിടിച്ചാലും കടലിലോട്ട് പോകാതിരുന്നാൽ അത് ഫ്ലഡ് ഉണ്ടാക്കും. രണ്ടാമത് വേറെ പ്രശ്നമുണ്ട്, ഈ ആഴം കൂട്ടുന്നതനുസരിച്ച് സൈഡിലോട്ട് ഗുഹ പോലെ ആവും. സൈഡ് ഇടിഞ്ഞ് വല്ലാതെ ആഴം കൂട്ടിയ ഗുഹ പോലെ ആവും. അത് പോയാൽ പിന്നെ അത് വേറെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. മൂന്നാമത് അതിനേക്കാളൊക്കെ പോട്ടെ, അതെല്ലാം ഒരു ജിയോളജിക്കൽ കൺഫ്യൂഷൻസ്. മറ്റൊരു മനുഷ്യനെ ബാധിക്കുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്നറിയാവോ? ഒരു പുഴ ആഴം കൂട്ടി വീതിയും കൂട്ടിയാൽ, ആഴം കൂട്ടിയാൽ ആ പുഴയിലേക്ക് സൈഡിലുള്ള സ്ലോപ്പിലുള്ള എന്ത് വരും, മഴവെള്ളം എല്ലാം കൂടി, കരയിൽ ഇറങ്ങുന്ന മഴവെള്ളം എല്ലാം കൂടി ഇവിടെ വരും, ആ പുഴയിലോട്ട് വരും. ഈ പുഴയിൽ വെള്ളം കുറയുന്നതനുസരിച്ച് ഇങ്ങോട്ട് വരും. അപ്പം കരയിൽ എന്ത് കുറയും, വെള്ളം കുറയും. അപ്പം ഇപ്പം മഴക്കാലത്ത് ഒഴുക്കിക്കളയാം,
ഈ മഴക്കാലത്ത് ഒഴുക്കിക്കളയുന്ന വെള്ളമാണ് ആരുടെ വെള്ളം? വേനലിൻ്റെ നമ്മുടെ പുഴയിലെയും കിണറ്റിലെയും നമ്മുടെ തോടുകളിലെയും കുളങ്ങളിലെയും വെള്ളം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് നമ്മൾ ഒഴുക്കിക്കളയുന്നതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ പ്രോപ്പർ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് നടക്കണം, നീർത്തട അധിഷ്ഠിത, അതായത് നദീതട അധിഷ്ഠിതത്തിലുള്ള മാനേജ്മെൻറ്റ് നടക്കണം. ഓക്കെ. മാക്സിമം വെള്ളം എവിടെ ഇറക്കണം? പറമ്പുകളിൽ ഇറങ്ങണം. പറമ്പുകളിൽ മാക്സിമം വെള്ളം ഇറങ്ങണം. അപ്പോൾ തെങ്ങിന് തടം എടുക്കുക, മഴക്കുഴി എടുക്കുക, കല്ല് കയ്യാല വയ്ക്കുക, മാക്സിമം വെള്ളം എവിടെ ഇറങ്ങട്ടെ? അത് ഈ മഴ വരുമ്പോൾ എനിക്കൊന്ന് ഈ വെള്ളം സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കുറേയേറെ കുളങ്ങളൊക്കെ ഉണ്ടാക്കി അതാ പറഞ്ഞു, വയലുകൾ മാക്സിമം സംരക്ഷിച്ച്, കുളങ്ങൾ സംരക്ഷിച്ച്, മഴക്കുഴി എടുത്ത്, കല്ല് കയ്യാല വെച്ച് മാക്സിമം വെള്ളം എവിടെ പിടിക്കണം? പറമ്പുകളിൽ പിടിക്കണം. ബാക്കിയുള്ള വെള്ളം എവിടെ വരട്ടെ? പുഴ വരട്ടെ. ഇനി ഒരു കാര്യം കൂടി, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പുഴയാണല്ലോ വീതി കൂട്ടണം, ആഴം കൂട്ടണം എന്നൊക്കെ ഈ വെള്ളം കാണിക്കണം. അതിൽ പോകുന്ന കൈത്തോടുകളുണ്ട്. കറക്റ്റ്. ഇപ്പോൾ പമ്പയാർ എടുത്തു കഴിഞ്ഞാൽ 1500 തോടുകൾ ചേരുന്നതാണ് പമ്പയാർ. ഈ 1500 തോടിൽ ഒരു 10-400 തോട് അങ്ങ് കാട്ടിനകത്താണ്, നമുക്കൊന്നും ചെയ്യാനില്ല. ബാക്കിയുള്ള തോടുകളിൽ എവിടെയാണ്? ട്രിബ്യൂട്ടറീസ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടറി ഉണ്ട്. ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വെള്ളം കൊടുക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ഈ തോട്ടിലെ വെള്ളം എടുത്തുകൊണ്ട് പോകണത്. ഈ ട്രിബ്യൂട്ടറിയും ഡിസ്ട്രിബ്യൂട്ടറിയെല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്? അടഞ്ഞോ നികത്തിയോ കിടക്കുകയാണ്. അതൊക്കെ ക്ലിയർ ചെയ്യണം. കറക്റ്റ്. അപ്പം മണലെടുക്കണ്ടെന്ന് അഭിപ്രായക്കാരനല്ല. അതിനൊക്കെ നമുക്ക് ഇതൊക്കെ എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡാറ്റ ഉണ്ടോ? ഒരു ഡാറ്റ വേണം. ഡാറ്റ കറക്റ്റാണ്, നല്ല ഡാറ്റ വേണം. വാട്ടർ ഷെഡ് പിന്നെ ഡാറ്റ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ. 90 മുതൽ 2000 വരെ ഞാനും കൂടി വർക്ക് ചെയ്തിരുന്ന സ്ഥാപനമാണ് സെൻറ്റർ ഫോർ റിസർച്ച് സ്റ്റഡീസിൽ നിന്ന്. അവരുടെ ലാൻഡ് യൂസ് ബോർഡ്, അവർ രണ്ടിടത്ത് ഞാൻ ജോലി ചെയ്തിരുന്നു. അവരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് വിഭവ ഭൂപടം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായി പഞ്ചായത്തുകൾ അത് എടുക്കണം. പിന്നെ ഓക്കെ, അത് അങ്ങനെ ഉണ്ട്. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, ഇതിനെല്ലാം ഈ വാട്ടർ മാനേജ്മെൻറ്റ്, ഒരു പുഴയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വകുപ്പുകളുടെ ഇടപെടലുണ്ട്. ഏതെങ്കിലും ഒരു ബോഡിയുടെ കീഴിലാണെങ്കിൽ, അതായത് പുഴ ആർക്കുള്ളതാണ്? പുഴയുടെ കരഭാഗ റവന്യൂവിനുള്ളതാണ്. അതെ. വെള്ളം ആർക്കുള്ളതാണ്? ജലവകുപ്പിനുള്ളതാണ്. പിന്നെ മാലിന്യം ആർക്കുള്ളതാണ്? ശുചിത്വ മിഷൻ അല്ലെങ്കിൽ LSDDക്കുള്ളതാണ്. കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കുള്ളതാണ്? കരയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃഷി വകുപ്പിനുള്ളതാണ്. കറക്റ്റ് പോയിന്റാണത്. അവിടെ ഒരു വഴി പോകണമെങ്കിൽ അത് ആർക്കുള്ളതാണ്? PWDക്കുള്ളതാണ്. ഈ 5 ഡിപ്പാർട്ട്മെന്റ്. പിന്നെ എൻവയോൺമെന്റുകാരും, പിന്നെ അതിൻ്റെ ആ പുഴയുടെ സൈഡിൽ കുറച്ച് വനം ഉണ്ട്, അത് ആർക്കുള്ളതാണ്? വനംവകുപ്പിനുള്ളതാണ്. തദ്ദേശ വകുപ്പ് അതാരാണോ പഞ്ചായത്ത് അവർക്കും ഉണ്ട്. അപ്പോൾ 6-7 വകുപ്പുകൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് റിവർ ബേസിൻ അതോറിറ്റികളെ കുറിച്ച് ആലോചിക്കണം. തോടിന്റെ അതോറിറ്റികളെ കുറിച്ച് ആലോചിക്കണം. നീർത്തട പ്ലാനിനെ കുറിച്ച് ആലോചിക്കണം. എന്നിട്ട് നദീതട പ്ലാൻ ഉണ്ടാക്കണം. 44 നദിക്ക് 41 നദിക്ക് നദീതട പ്ലാൻ ഉണ്ടാക്കണം. അതിന് വരുന്ന 1000-ഓളം വരുന്ന ചെറിയ തോടുകൾക്ക് ചെറിയ തോടുകളുടെ പ്ലാൻ ഉണ്ടാക്കണം. 1000 ഞാൻ പറഞ്ഞല്ലോ, അല്ല 142 പറയാം, ഇങ്ങനെ പറയാം. 41 തയ്യാറാക്കുക നദികൾക്ക്, 142 ചെറിയ തോടിന് തയ്യാറാക്കുക, 1000 അതിനേക്കാൾ ചെറിയ തോടിന് തയ്യാറാക്കുക, 25,000 വരുന്ന വളരെ ചെറിയ തോടുണ്ട്. ഇതെല്ലാം ഞാൻ സയന്റിഫിക്കായി പഠിച്ച ആളാണ് ഈ പറയുന്നത്. 25,000 ചെറിയ തോടുകളുണ്ട്. അതിന്റെ ചുറ്റുമുള്ളതിന് എന്ത് തയ്യാറാക്കുക? ഒരു പ്ലാൻ ഉണ്ടാക്കുക. മൈക്രോ പ്ലാനാണ്. ഒരു 500 വീട്ടുകാർക്ക് കൊണ്ട് ഒരു കുഞ്ഞു പ്ലാനാണ്. അപ്പോൾ അവരെ വിളിച്ചുകൂട്ടി പറയണം, നിങ്ങളെ പറമ്പിൽ വീഴുന്ന വെള്ളം അവിടെ പിടിക്കണം, ഇവിടെ പിടിക്കണം, അതിൽ അധികം വരുന്ന വെള്ളമേ ഈ പുഴയെ പോയാൽ മതി. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ ഇഫക്റ്റ് ഉണ്ടാക്കും. ശരിക്കും ഇപ്പോൾ സ്പെഷ്യൽ ഗ്രാമസഭ വിളിക്കേണ്ട സമയമായില്ലേ സാറേ? അതാണ് പ്രത്യേക ഗ്രാമസഭ വിളിക്കേണ്ട സമയമായില്ലേ? പ്രത്യേക ഗ്രാമസഭ വിളിച്ചുകൂട്ടി പറയണം, അതായത് നമ്മുടെ പറമ്പിൽ നമ്മുടെ നാട്ടിൽ മഴ ഇങ്ങനെ വരെയാണ്, അപ്പം നമ്മളെയൊക്കെ ഇന്ന വീടുകളിൽ ഇന്ന പറമ്പുകളിൽ ഇന്നതൊക്കെ ചെയ്യണം. ക്യാമ്പ് വരെയാണ്, ക്യാമ്പിൽ പോകണം, ആളുകളെ ഇളക്കി വിടണം. അതായത് ഈ സംഭവം വരുന്നതിന് മുൻപ് കരുതൽ നടപടി എന്നോണം ഇവർക്ക് വേണ്ട ബോധവൽക്കരണം കൊടുക്കണം, പരിശീലനം കൊടുക്കണം, ഡേറ്റയും കൊടുക്കണം. അതായത് 1 ഈ വെള്ളം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് കൊടുക്കണം, 2 എന്തെങ്കിലും വേസ്റ്റ് മാനേജ്മെൻറ്റിന് കൊടുക്കണം, പിന്നെ 3 നിങ്ങളെങ്ങനെ രക്ഷപ്പെടണം, നിങ്ങളെങ്ങനെ ക്യാമ്പിലേക്ക് പോകണം. അതിനോടൊപ്പം തന്നെ ഇവർക്കൊക്കെ കൊടുക്കാൻ വെച്ചിട്ടുള്ള സാധനങ്ങൾ അതും കരുതി സ്റ്റോക്ക് ചെയ്ത് വെക്കണം. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഈരാറ്റുപേട്ട വലിയ സംഭവമാണ്. അത് എല്ലാവരും അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വന്നില്ല. അവിടെ 800 പേരെ പുനരധിവസിപ്പിച്ചു. 800 വീടുകളിലാണ് ചെയ്തിരിക്കുന്നത്, അല്ല 400 വീടുകളിലാണ് ചെയ്തിരിക്കുന്നത്. സുരക്ഷിതമായ 400 വീടുകളിൽ 800 പേരെ എന്ത് ചെയ്തിരിക്കുകയാണ്? അക്കോമഡേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഫുഡും മറ്റു കാര്യങ്ങൾ ആരെത്തിക്കുന്നു? കോർപ്പറേഷൻ, ഈ മുനിസിപ്പാലിറ്റി എത്തിക്കുന്നു. രാവിലത്തെ ഉച്ചത്തെ വൈകിട്ടത്തെ ഫുഡ് കറക്റ്റായിട്ട് നല്ല ഫുഡ് എവിടെ എത്തിക്കുന്നു? വീട്ടിൽ എത്തിക്കുന്നു. വേറൊന്നും വേണ്ട, പിന്നെ മെഡിസിനും അല്ലേ വേണ്ടി? വീട്ടിൽ കിടക്കാൻ സ്ഥലമുണ്ടല്ലോ. ഫുഡും മെഡിസിനും അല്ലേ വേണ്ടി? എത്ര രൂപ ലാഭം? വില്ലേജ് ഓഫീസർ വേണ്ട, താലൂക്ക് ഓഫീസർ വേണ്ട. എന്തിനാണ് ഈ സംവിധാനങ്ങൾ? കിടന്ന് MLA വരുന്നു, മന്ത്രി വരുന്നു, ഒരു ബഹളത്തിന്റെ ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ഒരു കെട്ടിട നിർമ്മാണ ചട്ടം കൂടുതൽ കർക്കശമാക്കേണ്ടതല്ലേ നമ്മുടെ നാട്ടിൽ? 100%. കാരണം ഈ ഒന്ന് പുറകിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ചില വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എത്രത്തോളം അവർ വളരെ ശാസ്ത്രീയമായിട്ടാണ് അതിനൊക്കെ പ്ലാനിന് പെർമിഷൻ കൊടുക്കുന്നതും അത് കെട്ടി ഉയർത്തുന്നതും ഒക്കെ തന്നെ എത്രത്തോളം ശാസ്ത്രീയമായിട്ടാണ്. നമുക്കും അത്തരത്തിലൊരു, അതായത് മഴവെള്ള സംഭരണം, വേസ്റ്റ് മാനേജ്മെൻറ്റ്,
പച്ചപ്പുണ്ടാക്കൽ, സോളാർ, ഇങ്ങനെ 4-5 കാര്യം ഉണ്ടെങ്കിലേ എന്ത് തരുള്ളൂ, പ്ലാനിന് അപ്രൂവൽ തരുള്ളൂ. അതെ. അത് എല്ലാ വർഷവും ടാക്സ് അടയ്ക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോ കൂടെ ടാഗ് ചെയ്യണം. അതിൻ്റെ ഫോട്ടോ എടുത്ത് ടാഗ് ചെയ്താലേ ടാക്സ് കയറുള്ളൂ. അതെ അതെ. ഇവിടെ അങ്ങനെ ഇല്ല. അതെ. അതിനോടൊപ്പം തന്നെ എനിക്കറിയാനുള്ള വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലാവസ്ഥ ഇനി അങ്ങ് പറഞ്ഞു ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള റോഡുകൾ വേണം നമുക്ക്, അല്ലേ? ഉയർന്ന റോഡുകൾ വേണം. അതുപോലെ വീടുകൾ നിർമ്മിക്കുന്നതിന് ഒരു ഗ്രീൻ പ്രോട്ടോകോൾ വേണം. ഈസ്റ്റ് പോർട്ടിലും തമ്പാനൂരും വെള്ളപ്പൊക്കം വരുമല്ലോ. നെതർലാൻഡ്സിൽ വെള്ളപ്പൊക്കം വരും. എന്നാൽ ഇതുപോലത്തെ വെള്ളപ്പൊക്കം വരുമ്പോൾ വളരെ പെട്ടെന്ന് അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഒരു അഡീഷണൽ ഫുട്പാത്ത് കൊണ്ടിടും. ഓക്കെ. ഗ്രില്ലുള്ള ഫുട്പാത്ത്. അടിയിൽ കൂടെ വെള്ളം പോവും, മുകളിൽ ആളുകൾ നടക്കും. മഴ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഫ്ലഡ് കഴിയുമ്പോൾ അതെടുത്ത് മാറ്റും. ഓക്കെ. നമ്മളെ തമ്പാനൂർ ആളുകൾ മുണ്ട് വലിച്ചു പൊക്കിക്കൊണ്ട് നടക്കും. അല്ല, ഇപ്പോഴത്തെ മഴയിൽ തമ്പാനൂർ വെള്ളം പൊങ്ങിയില്ല. എനിക്ക് തോന്നുന്നു കൈത്തോടുകളൊക്കെ അവർ വൃത്തിയാക്കി. അല്ല, കൈത്തോടല്ല, അത് ഞാനായിരുന്നു ആ ഓപ്പറേഷൻ ഫ്ലഡ് അനന്തയുടെ കുറച്ച് പഠനങ്ങൾ നടത്തിയ ആൾ. എല്ലാം ഞാനല്ല, കുറച്ച് ഞാനാ നടത്തി കൊടുത്ത. അന്ന് ഇപ്പോൾ നഗരസഭ എനിക്കൊന്ന് കാര്യക്ഷമമായി കുറച്ച് ചെയ്യുന്നുണ്ട്. അന്ന് ഈ പഠനം നടത്തിയിരുന്നു. അപ്പോൾ കുറേ തോടുകളൊക്കെ ക്ലിയർ ചെയ്ത് കുറേ പോയി. അതുകൊണ്ട് തമ്പാനൂർ ഇപ്പം എന്തില്ല, ഇപ്പോൾ വളരെ വലിയ പ്രശ്നമില്ല. പക്ഷേ ഈസ്റ്റ് പോർട്ടിൽ കുറച്ചുകൂടി ഇനി കയറേണ്ടതുണ്ട്. ആമഴിഞ്ഞാൻ തോട്, നമ്മൾ പാർവതി പുത്തനാറ്, ആമഴിഞ്ഞാൻ തോട്, ഉള്ളൂർ തോട്, പട്ടം തോട്, ഇതിൻ്റെ ഫ്ലോ ഒന്ന് കറക്റ്റ് ആക്കിയാൽ ഇവിടെ പ്രശ്നം തിരുവനന്തപുരത്തെ പ്രശ്നത്തിന്റെ 80% പരിഹരിക്കും. ഓക്കെ. അപ്പം മാലിന്യം മാറ്റണം. അതെ, മാലിന്യം മാറ്റലെന്ന് പറഞ്ഞാൽ കുറച്ച് മണലും മാറ്റാം. ഓക്കെ. അതിന്റെ അർത്ഥം കംപ്ലീറ്റ് അടിത്തട്ട് വരെ ബേസ് ഫ്ലോ കഴിച്ച് താഴെ പോകരുത്. ബേസ് ഫ്ലോ വേണം, മിനിമം ഫ്ലോ വേണം. ഇത് രണ്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള കളി കളിച്ചാൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. പ്രളയ മാനേജ്മെന്റ്, ഇപ്പോൾ ഒരു പ്രളയം ഉണ്ടായി, ഈ കരുതൽ നടപടികൾ സ്വീകരിച്ചാൽ പിന്നെ ഈ പ്രളയ മാനേജ്മെന്റ് കുറെ കൂടി എളുപ്പമായിരിക്കും. വളരെ എളുപ്പമായിരിക്കും. പിന്നെ വരും. വെള്ളം വല്ലാതെ മഴ വന്നാൽ ഓക്കെ ഇത് വരുമല്ലോ, എന്തായാലും വരും. അപ്പോഴുള്ളതിന് ആ കണ്ടിജൻസി മാനേജ്മെന്റ് അതല്ലേ, അതിന് സ്ഥിരം വേണ്ടല്ലോ. കറക്റ്റ്, മനസ്സിലായില്ലേ? മറ്റത് സ്ഥിരമായിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക. വല്ലാതെ ഇപ്പോൾ പ്രകൃതി സംഹാരതാണ്ഡവമാടി വരികയാണ്, ഭൂകമ്പം വരികയാണ്, അല്ലെങ്കിൽ അഗ്നിപർവ്വതം വരികയാണ്, സംഹാരതാണ്ഡവമാടി ഓഹി ഒന്നുകൂടെ വരികയാണ്, അതിന് സുനാമി വരികയാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. വി ആർ ഹെൽപ്ലെസ്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ പലതും ചെയ്യാനില്ല. എല്ലാവരും കൂടി പണിയെടുത്താൽ മാത്രമേ കേരളത്തെ നമുക്ക് നോർമൽ കേരളമാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ദുരന്തങ്ങൾ നോർമലായി നിൽക്കുകയും ദുരന്തമില്ലാത്ത പീരീഡ് അബ്നോർമലായി മാറുകയും ചെയ്യുന്ന പുതിയ കേരളമായിരിക്കും നമ്മൾ പുതിയ തലമുറയ്ക്ക് വരുന്ന മക്കൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്ന. ആ മക്കൾക്ക് കൊടുക്കുന്നതിൻ്റെ വാലറ്റം നമ്മളും അനുഭവിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. ഈ പ്രളയം, ദുരന്തം, ഇതൊക്കെ തന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി, കേരളത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകും എന്നാണ് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞിരിക്കുന്നത്. അതിനൊക്കെ തന്നെ വഴിവെച്ചത് കഴിഞ്ഞ 1-2 നൂറ്റാണ്ടുകളായി നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ദ്രോഹം തന്നെയാണ്. എന്തായാലും അതിനെ ഇനി പഴിച്ചിട്ട് കാര്യമില്ല. എങ്ങനെ ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സിറ്റുവേഷൻ മാനേജ് ചെയ്യുക എന്ന് വെച്ചാൽ അതൊരു ബാലികേറാമല ഒന്നുമല്ല, പക്ഷേ കടുപ്പമേറിയ ടാസ്ക് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതിന് ചിട്ടയോടുകൂടിയ ശാസ്ത്രീയമായ നടപടികൾ അനിവാര്യമാണ്. ഭരണ സംവിധാനം ഉടച്ചു വാർക്കേണ്ടിയിരിക്കുന്നു. ഉത്തരവാദിത്വ ബോധം ഓരോരുത്തരിലും വരേണ്ടിയിരിക്കുന്നു. അത് രാഷ്ട്രീയക്കാരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും വരേണ്ടിയിരിക്കുന്നു. വന്നല്ലാതെ ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കില്ല. ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ തന്നെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട പരിശീലനം അവർക്ക് കൊടുക്കുക. അതിന് വളരെ അടിയന്തരമായിട്ടുള്ള നടപടിയാണ് വേണ്ടത്. കാരണം അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായതുകൊണ്ട്. എന്തായാലും നമുക്ക് മാറിയില്ല എങ്കിൽ വലിയ ദുരന്തങ്ങൾ ഇനിയും നമ്മെ വിടാതെ പിന്തുടരും. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചു. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.